സ്കാസ് ക്രിയേഷൻസിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സാരി ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ബ്ലൗസിൻ്റെ കട്ടിംഗ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്, അത് നോക്കിയാൽ കാണാം. ആദ്യമായിട്ട് നമുക്ക് ബാക്ക് തുണ്ട് എടുത്തിട്ട് ബാക്ക് തുണ്ടിൽ ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ട് ഭാഗത്തായിട്ട് 2 പ്ലീറ്റ് ഇടുക. അത് ഇവിടെ നിന്ന് ഇങ്ങനെ 4 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അടയാളം കൊടുക്കുക. താഴ്വശം 1/2 ഇഞ്ച് വീതി, ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് വീതിയിൽ പ്ലീറ്റ് ഇടുക. അതുപോലെ തന്നെ അടുത്ത വശവും അതേ അളവിൽ തന്നെ തയ്ച്ചെടുക്കും. നമ്മൾ വെട്ടി വെച്ചിരുന്ന ഈ അടിപ്പട്ട വെട്ടി വെച്ചിരുന്നത് ഇതിൻ്റെ മീതെ വെച്ച് 1/4 ഇഞ്ച് വീതിയിൽ തയ്ക്കുക. ഈ പ്ലീറ്റ് ഇട്ട ഭാഗം വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ചുളുക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വെച്ച് തയ്ക്കുമ്പോൾ അത് ചുളുങ്ങിയിരിക്കും. ഇനി ഇത് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് വെച്ചിട്ട് ഇതിൻ്റെ മീതെ കൂടെ ഒരു പതുക്കി ഒരു തയ്യൽ കൊടുക്കണം. ഇവിടെ നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ട ഭാഗമാണ്. അപ്പം വേണമെങ്കിൽ വലിയ കാണിക്കൊരു അടി അടിക്കുക, ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ ഒന്ന് തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ച് വയ്ക്കുക, മടങ്ങിയിരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ബാക്ക് തുണ്ടിൻ്റെ അടിപ്പട്ട വെച്ച് കഴിഞ്ഞു. ഫ്രണ്ട് പീസിലെ ഇവിടെ ഈ ടക്ക് വെക്കുന്നതിന് വേണ്ടി മുകളിൽ നിന്നും താഴോട്ട് 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് വലതോട്ട്, ഈ തുറപ്പില്ലാത്ത വശത്ത് നിന്ന് വലതോട്ട് ഒരു 4.25 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതാ ഈ ഭാഗം സെൻറ്റർ ആക്കിക്കൊണ്ട് ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ ഇവിടെ സെൻറ്റർ ആയിരിക്കണം, ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരടയാളം കൊടുക്കുക. ഇത് ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗമാണ്. ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇവിടെ ഒരടയാളം കൊടുക്കുക. ഇത് ആം ഹോളിൻ്റെ ഭാഗമാണ്. ഇവിടെ നിന്നും ഈ സെൻറ്ററിൽ വരത്തക്കവണ്ണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇവിടെയും ഒരടയാളം കൊടുക്കുക. ഇനി നമുക്ക് ഈ ഫ്രണ്ട് തുണ്ടിൻ്റെ തുറപ്പില്ലാത്ത വശം കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇടതുവശത്തെ തുണ്ടുമായി, ഇത് വലതുവശത്തെ തുണ്ടുമായി. ഇനി ആദ്യമായി ഈ താഴെയുള്ള ടക്ക് ഒരു 3 ഇഞ്ച് നീളത്തിൽ, ഇവിടെ നല്ല വീതി വേണം, താഴത്തെ ടക്കിന് നല്ല വീതി വേണം, ഒരു 1.5 ഇഞ്ച് വീതിയിൽ താഴത്തെ ടക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് നീളത്തിൽ ടക്കിടുക. തന്നെ കഴുത്തിൻ്റെ ഭാഗം താഴെ അടയാളപ്പെടുത്തിയതും അതും ഈ കുത്ത് സെൻറ്റർ ആക്കിക്കൊണ്ട് വേണം നമ്മൾ ടക്കിടാൻ. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തിയ അടയാളത്തിൽ നിന്നും 1 ഇഞ്ച് നീക്കി ഇങ്ങോട്ട് 1/4 ഇഞ്ച് വീതിയിൽ ടക്കിടുക. അടുത്തത് ഈ ആം ഹോളിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയിടത്ത് നിന്ന് ഈ സെൻറ്ററിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ടക്കും ഇടുക. ഈ ടക്കൊക്കെ 1/4 ഇഞ്ച് വീതിയിൽ മാത്രമേ ഇടാവൂ. അതേ രീതിയിൽ തന്നെ ഈ തുണ്ടിനും ഈ 3 ടക്കും ഇടുക. അങ്ങനെ നമ്മൾ ഫ്രണ്ട് തുണ്ടിൻ്റെ പ്ലീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ബെൽറ്റ് പീസാണ് പിടിപ്പിക്കേണ്ടത്. ഇത് നമ്മൾ വെട്ടി വെച്ചിരുന്ന ബെൽറ്റ് പീസാണ്. ഇത് 2 എണ്ണം, ഇത് 2 എണ്ണം, അങ്ങനെ 4 പീസുണ്ട്. ഈ ബെൽറ്റ് പീസിനകത്ത് വരുന്ന തുണ്ടാണ്. ഞാനിത് ഷേപ്പ് ചെയ്തൊന്നും വെട്ടിയെടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഈ ഒരു തുണ്ട് നല്ല കട്ടിയുള്ളത് എടുത്താൽ അതായിരിക്കും നല്ലത്. എനിക്ക് കട്ടി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കട്ടി കുറഞ്ഞ തുണി എടുത്തത്. അപ്പം ഈ തുണ്ടിൻ്റെ ഈ നല്ല വശത്ത് ഒരു അടയാളപ്പെടുത്തണം, ഇവിടെ ഒരു അടയാളപ്പെടുത്തണം. ഇത് 2 തുണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസിങ്ങി മാറ്റിയിട്ട് ഒരു പീസ് നമുക്കിതിന് മീതെ വയ്ക്കുക. വെച്ചിട്ട് വേറൊരു പീസ്, നമ്മൾ 4 എണ്ണം വെട്ടിയെടുത്തായിരുന്നല്ലോ, അതിൽ നിന്ന് വേറെ ഒരു പീസ് എടുത്ത് ഇതിൻ്റെ മീതെയും വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. ഇതിങ്ങനെ തിരിച്ച് വെച്ച് ഈ മീതെ ഇരിക്കുന്ന ഈ തുണ്ട് ഇങ്ങോട്ടാക്കിക്കൊണ്ട് ഇതിലേ കൂടി ഒന്ന് പതുക്കി അടിക്കുക.
നമുക്ക് ഈ അകത്ത് വെച്ച തുണ്ട് ഇതിൻ്റെ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കാം. നമുക്ക് ഒരു ബെൽറ്റ് പീസായി. ഇതുപോലെ തന്നെ അടുത്ത ബെൽറ്റ് പീസും തയ്ച്ചെടുക്കുക. അതുപോലെ ഈ പീസ് എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മീതെ അടുത്ത പീസ് വയ്ക്കുക. അത് ഈ അടയാളപ്പെടുത്തിയ ഭാഗം മുകളിൽ വരണം. ഇല്ലെങ്കിൽ ഇത് നേരത്തെ നമ്മൾ തയ്ച്ചതും ഇത് തയ്ച്ചതും ഒരേ രീതിയിലായി പോകും. രണ്ട് വശത്ത് വരേണ്ട തുണ്ടാണ്. തിരിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അടുത്തൊരു പീസും കൂടെ എടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. വെച്ചിട്ട് ഇവിടെ 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. ഇതും ഇങ്ങോട്ട് ചരിച്ച് വെച്ച് ഇതിൻ്റെ മീതെ പതുക്കി തയ്ക്കുക. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസും ഈ ബെൽറ്റ് പീസും തമ്മിൽ യോജിപ്പിക്കാം. നമ്മുടെ ഫ്രണ്ടിലെ ഇടതുവശത്തെ പീസായിട്ടുണ്ട്. ഇനി വലതുവശത്തെ പീസ് തയ്ച്ചെടുക്കാം. വലതുവശത്തെ പീസും അതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. അങ്ങനെ രണ്ട് തുണ്ടുമായി. ഇനി നമുക്ക് നെഞ്ചുപടിയാണ് പിടിപ്പിക്കേണ്ടത്. ഇത് ഇടതുവശത്തെ നെഞ്ചുപടിയാണ്. ഇതിൽ ഹുക്ക് ഹോൾ ഇട്ട് വേണം തയ്ക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാൻ അളവ് ബ്ലൗസ് എടുത്ത് കാണിച്ചു തന്നത്. ഈ തുണ്ടിൻ്റെ ചീത്ത വശത്ത് വേണം ഈ നെഞ്ചുപടി വയ്ക്കുവാൻ. തയ്ച്ചെടുക്കാം. ഇതിങ്ങനെ മടക്കിയിട്ട് ഹുക്ക് ഹോൾ വെച്ച് നമുക്ക് തയ്ക്കാം. ഈ ഹോൾ വെച്ച് തയ്ക്കുന്നത് ശ്രദ്ധിച്ച് തയ്ക്കണം. അതാ ഇങ്ങനെ ഇങ്ങോട്ട് തയ്ച്ചിവിടെ കുത്തി നിർത്തിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വെച്ച് തയ്ക്കണം. വീണ്ടും നേരെ തയ്ച്ചിട്ട് അതൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ എല്ലാം മനസ്സിലാക്കിക്കോളും. ചെയ്യുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ നെഞ്ചുപടി തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വലതുവശത്തെ നെഞ്ചുപടിയാണ് വയ്ക്കേണ്ടത്. അതിന് ഈ തുണ്ടിൻ്റെ ഈ അറ്റം ഒരു 1/4 ഇഞ്ച് മടക്കി തയ്ക്കുക. ഈ വലത് തുണ്ടിൻ്റെ നല്ല വശത്താണ് നമ്മൾ ഈ നെഞ്ചുപടി വെച്ച് തയ്ക്കേണ്ടത്. അത് 1/4 ഇഞ്ച് വീതിയിൽ തയ്ക്കുക. ഇതും ഇങ്ങോട്ട് തിരിച്ച് ഈ തയ്ച്ചത് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇതിന് മീതെ ഒന്ന് പതുക്കി തയ്ക്കുക. ഇനി നമുക്കിതിങ്ങനെ മടക്കി തയ്ക്കാം. അങ്ങനെ നമ്മുടെ 2 നെഞ്ചുപടിയും വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവാണ് തയ്ക്കേണ്ടത്. സ്ലീവ് വയ്ക്കുന്നതിന് മുൻപ് നമ്മൾ ഈ ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചിട്ട് വേണം സ്ലീവ് വെച്ച് തയ്ക്കാൻ. അതിന് ഈ ബാക്ക് തുണ്ടിൻ്റെ മീതെ ഫ്രണ്ട് തുണ്ട് വയ്ക്കുക. വെച്ചിട്ട് ഈ ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ച് തയ്ക്കുക. അതും 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചാൽ മതി. അങ്ങനെ ഈ കൈക്കുഴിയുടെ ഫ്രണ്ടും കൈലൂസിൻ്റെ ഫ്രണ്ടും ഒരുപോലെ വരണം. ഇത് രണ്ടും ഇങ്ങനെ വെച്ച് തയ്ക്കാം. നമ്മൾ കൈ ലൂസ് വെട്ടിയപ്പം അതിന് ഫ്രണ്ട് എടുത്തതും ആം ഹോൾ വെട്ടിയപ്പോൾ അതിൻ്റെ ഫ്രണ്ട് എടുത്തതും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നതാണ്. അപ്പോൾ ആ ഫ്രണ്ട് വശം രണ്ടിടവും ഒരേപോലെ വരണം. ഇങ്ങനെ കാലിട്ട് തയ്ച്ചെടുക്കാം.
ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും തയ്ച്ചെടുക്കുക. ഇനി ഈ സൈഡ് കൈവണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തണം. 10 ഇഞ്ചാണ് ഇവിടെ കൈവണ്ണം വേണ്ടത്. ഈ കൈവണ്ണം അടയാളപ്പെടുത്തി ഈ സൈഡ് ചേർത്ത് തയ്ക്കുക. അതുപോലെ തന്നെ അടുത്ത വശവും തയ്ച്ചെടുക്കുക. ഇനി നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ക്രോസ് തുണ്ട് യോജിപ്പിച്ച് വേണം ഇതിൻ്റെ നെക്കിന് വയ്ക്കുവാൻ. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ച് വെക്കണം. വെക്കുന്ന ശ്രദ്ധിച്ചാണ് അതിങ്ങനെ വന്നിട്ട് ഇതിങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് വേണം അടുത്ത തുണ്ടെടുത്ത് വയ്ക്കുവാൻ. വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചേർത്ത് തയ്ക്കണം. പിന്നെ ഈ ക്രോസ് തുണ്ട് ഈ നെക്കിൽ വെച്ചിങ്ങനെ 1/4 ഇഞ്ച് വീതിയിൽ തയ്ക്കുക. ഈ തുണ്ട് അകത്തോട്ട് മടക്കുമ്പോൾ ചുളുങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് ഈ അറ്റം വരെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങോട്ട് ഈ തയ്യലിൻ്റെ പുറത്തോട്ട് പോകരുത്, ഇതിനകത്ത് തന്നെ നിർത്തി വേണം ഈ കട്ട് ചെയ്യാൻ. ഈ തുണ്ട് ഇങ്ങനെ പതുക്കി തയ്ക്കുക. അങ്ങനെ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.